CBI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. സമ്മേളനത്തിലൂടെ ആദ്യമായാണ് ബിനോയ് വിശ്വം സെക്രട്ടറി പദത്തിലെത്തുന്നത്. ചിലരെ വെട്ടിയും ചിലരെ ഉൾപ്പെടുത്തിയും വിഭാഗീയത ഒഴിവാക്കാനുള്ള കരുതലോടെയായിരുന്നു സംസ്ഥാന കൗൺസിൽ രൂപീകരണം. KE ഇസ്മയിലിന് മുന്നിൽ പാർട്ടി വാതിൽ അടക്കില്ല. വിഭാഗീയതയും പിരിമുറുക്കങ്ങളുമില്ലാത്ത ഐക്യത്തിന്റെ സമ്മേളനമെന്നായിരുന്നു ആലപ്പുഴയിൽ നടന്ന CPIയുടെ 25ാം സംസ്ഥാന സമ്മേളനത്തെ സെക്രട്ടറി ബിനോയ് വിശ്വം വിശേഷിപ്പിച്ചത്. പൊതുചർച്ചയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ വിമർശനങ്ങളിൽ ചിലത് ഉൾക്കൊണ്ടും ചിലത് തള്ളിയും മറുപടി നൽകി. സർക്കാരിന് വിധേയപ്പെടുന്നുവെന്ന പ്രവർത്തകരുടെ വിമർശനത്തെ ചെറുത്തു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സമ്മേളനം ചേർന്നത് സ്തുതിഗീതം പാടാൻ വേണ്ടിയല്ല, നേതാക്കന്മാർ ജയിക്കട്ടെ എന്ന് വാഴ്ത്താൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ സമ്മേളനങ്ങളിൽ വിമർശനമുണ്ടാകും. എല്ലാ വിമർശനങ്ങളും കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളെ പോലെ ഗൗരവബോധമുള്ള ചുമതലാബോധമുള്ള വിമർശനങ്ങളായിരുന്നു. അതിൻ്റെ പാഠം ഉൾക്കൊള്ളും. പാർട്ടിയുടെ മന്ത്രിമാർ കഴിവ് തെളിയിച്ചവരാണ്. അവരെ കാറടച്ച് വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ള മുന്നറിയിപ്പും മറുപടിയായി നൽകി. പുതിയ സംസ്ഥാന കൗൺസിലിനെ തെരഞ്ഞെടുക്കുന്നതിലും നേതൃത്വം ജാഗ്രത പുലർത്തി. എതിർസ്വരങ്ങൾ ഉണ്ടായില്ല എന്നതാണ് അവിടെയും ബിനോയ് വിശ്വത്തിന് നേട്ടമായത്. ചിലരെ വെട്ടിയും ചിലരെ ഉൾപ്പെടുത്തിയുമായിരുന്നു ആ തന്ത്രം. കാനം രാജേന്ദ്രന്റെ വിശ്വസ്തനും AISF മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോട്ടയത്ത് നിന്നുള്ള പ്രതിനിധി ശുഭേഷ് സുധാകരനെയും ഇടുക്കിയിൽ നിന്നുള്ള KK ശിവരാമനെയും തൃശ്ശൂരിൽ നിന്നുള്ള KP സന്ദീപിനെയും കൗൺസിലിൽ നിന്നും ഒഴിവാക്കി. വിഭാഗീയത നിഴലിച്ച എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ സംസ്ഥാന കൗൺസിലിലേക്ക് മത്സരിച്ചു തോറ്റ KN സുഗതനെ കൗൺസിലിൽ ഉൾപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ഫോൺ വിവാദത്തിൽ അകപ്പെട്ട KM ദിനകരനും കമലാ സദാനന്ദനും സ്ഥാനം പിടിച്ചു. കൗൺസിൽ അംഗങ്ങളുടെ എണ്ണം 101-ൽ നിന്ന് 103 വർദ്ധിപ്പിച്ചാണ് പുതിയ മാറ്റങ്ങൾ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം തിരുത്തിയാൽ KE ഇസ്മയിലിന് മുന്നിൽ പാർട്ടിയുടെ വാതിലടക്കില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. എന്നാൽ സമ്മേളന നഗരിയിൽ കണ്ടത് അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകരെ പോലെ KE ഇസ്മയിൽ എത്തിയതാണ്. KE ഇസ്മയിൽ ആയത് ഈ പാർട്ടിയിലൂടെയാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തിന് വരണമെന്ന് തീരുമാനിക്കാൻ വന്നതാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതെൻ്റെ പാർട്ടിയാണ്. പ്രതിനിധി സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന സമ്മേളനം ഐക്യകണ്ഠേനയാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഈ ആത്മവിശ്വാസമാണ് ഇനി പാർട്ടിയെ നയിക്കാനുള്ള ബിനോയ് വിശ്വത്തിന്റെ കരുത്ത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.